നമസ്കാരം. അറിവിന് കോട്ടം വരാതിരിക്കണമെങ്കിൽ മഹാഗ്രന്ഥങ്ങൾ ഭക്തിയോടെ വൃത്തിയായി സൂക്ഷിക്കണം. ഖുറാനും ബൈബിളും മഹാഭാരതവും ഒന്നും വായിക്കാൻ അറിയില്ലെങ്കിൽ പോലും അവ പരമശുദ്ധമായി നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും ഐശ്വര്യം ഉണ്ടാവും, അറിവ് ഒരിക്കലും നശിക്കാതിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിത മൂല്യമാണല്ലോ സാമ്പത്തികം. പണം പലരും നമ്മളുടെ കൂലിയായിട്ട് തരുന്നത് ചുരുട്ടിക്കൂട്ടി വലിച്ചെറിയും വിധമായിരിക്കാം. പക്ഷെ അങ്ങനെ ആകരുത്. അത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ മൂല്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് എങ്ങനെ ചുരുട്ടിക്കുട്ടി വേസ്റ്റായ രീതിയിൽ കൂടെ പണം നമ്മളെ കയ്യിൽ ആര് തന്നാലും ആ പണത്തിൻ്റെ ചുളിവുകൾ നിവർത്തി വൃത്തിയായി സൂക്ഷിക്കുക. തീർച്ചയായിട്ടും പണത്തിനൊരിക്കലും നമുക്ക് ദാരിദ്ര്യം വരാതെ ദൈവം കാക്കും. എന്നാൽ അതേപോലെ തന്നെയാണ് പ്രമാണങ്ങൾ. നമ്മളെ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിക്കുന്നതാണല്ലോ ഒരു വസ്തു, അതിൻ്റെ പ്രമാണം. ആ പ്രമാണങ്ങൾ അതേപോലെ തന്നെ അലമാരയിൽ ചുരുട്ടിക്കൂട്ടി വെക്കാതെ വൃത്തിയായി ഭക്തിയോട് അത് സൂക്ഷിക്കുക, നിവൃത്തി. എങ്കിൽ അവയും നമുക്കൊരിക്കലും കൈമോശം വരില്ല, നഷ്ടം വരാതെയും ദൈവം സൃഷ്ടിതാവും നമ്മളെ കാക്കും. ഓർമ്മയിരിക്കട്ടെ, നിങ്ങൾ ചിന്തിക്കുന്നു ഇതൊക്കെ വേസ്റ്റ് പേപ്പറല്ലേ? അതെ, ആണ്. ഈ വേസ്റ്റ് പേപ്പറിൽ കൊടുത്തിരിക്കുന്ന മഹാമൂല്യമാണ് ഖുറാൻ ഒന്ന് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. പിന്നീട് പലതും ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അതൊക്കെ വേസ്റ്റ് പേപ്പർ പരമാവധി ശുദ്ധീകരിച്ച് അതിനകത്ത് ചില രേഖകൾ പെടുത്തുമ്പോൾ അത് ഭക്തിയുള്ള ഒരു ഖുറാനായി മാറുന്നു. അതേപോലെ തന്നെ മഹാഗ്രന്ഥങ്ങൾ എല്ലാത്തിൻ്റെയും മൂല്യം അതുപോലെ തന്നെ പണവും പ്രമാണങ്ങളും നമ്മൾ ഭക്തിയോടുകൂടി സൂക്ഷിക്കുക. ഇല്ലെങ്കിൽ നമ്മയിൽ നിന്നും അതെല്ലാം പിരിഞ്ഞു പോകും, നഷ്ടപ്പെട്ടു പോകും. അതേപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, പണം ഒരിക്കലും ചുരുട്ടിക്കൂട്ടി വേസ്റ്റ് പോലെ ആർക്കും കൊടുക്കരുത്. അത് ദോഷമാണ്. ആ പണം നമ്മളെ ശപിച്ചുകൊണ്ടേ പോകൂ. പിന്നെ പണം നമ്മുടെ കയ്യിൽ വരാതിരിക്കുവാൻ ഒരുപാട് കാരണങ്ങളുണ്ടാകും. സൂക്ഷിക്കുക. അസ്സലാമു അലൈക്കും.